നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. കണ്ണൂർ കൊട്ടിയൂരിൽ ഫോട്ടോഗ്രാഫർക്ക് മർദ്ദനം. ക്ഷേത്രത്തിൽ ദർശനത്തിനെത്തിയ നടൻ ജയസൂര്യയുടെ കൂടെയുള്ളവർ ഫോട്ടോഗ്രാഫറെ മർദ്ദിച്ചെന്നാണ് പരാതി. ദേവസ്വം ഫോട്ടോഗ്രാഫർ സജീവ് നായർക്കാണ് മർദ്ദനമേറ്റത്. ജയസൂര്യക്ക് ഒപ്പമുണ്ടായിരുന്നവർ ഫോട്ടോ എടുക്കുന്നത് തടഞ്ഞ് മർദ്ദിച്ചുവെന്ന് സജീവ് നായർ പറഞ്ഞു. ദേവസ്വം ഫോട്ടോഗ്രാഫറാണെന്ന് പറഞ്ഞിട്ടും മർദ്ദിച്ചെന്നും ആരോപണമുണ്ട്. ജയസൂര്യ നടൻ വരുന്നുണ്ടെന്ന് പറഞ്ഞ് എക്സിക്യൂട്ടീവ് ഓഫീസർ എന്നെ വിളിച്ചിരുന്നു. ഞാൻ ദേവസ്വം നിയമിച്ച അക്കരെ കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന് ഫോട്ടോയും വീഡിയോ എടുക്കാൻ നിയമിച്ച ഫോട്ടോഗ്രാഫറാണ്, മാധ്യമപ്രവർത്തനം കൂടിയാണ്. അപ്പം ഇന്ന് രാവിലെ വിളിച്ചു, ജയസൂര്യ വരുന്നുണ്ട്, എടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനവിടെ ചെല്ലുമ്പം ഒരുപാട് ആളുകൾ തിരുവഞ്ചൂരിൽ നിന്ന് മൊബൈൽ വീഡിയോ എടുക്കുന്നുണ്ട്, ജയസൂര്യ എടുക്കുന്നുണ്ട്. അങ്ങനെ ഞാനും അതിനിടെ കയറി വീഡിയോ പകർത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ജയസൂര്യൻ്റെ കൂടെ വന്ന ഒരു പ്രായമുള്ള പുള്ളി എൻ്റെ ക്യാമറ ലെൻസ് പിടിച്ചിരിച്ച് പറഞ്ഞു, ഇവിടെ ഫോട്ടോ വീഡിയോ എടുക്കാൻ പാടില്ല. ഞാൻ പറഞ്ഞു, സാർ ഞാൻ ദേവസ്വം ഫോട്ടോഗ്രാഫറാണ്, പിന്നെ ദേവസ്വം വിളിച്ചിട്ടാണ് ഞാൻ വന്നതെന്ന് പറഞ്ഞു. ആര് വിളിച്ചാലും എനിക്ക് ഫോട്ടോ എടുക്കാൻ അനുമതിയില്ലാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എൻ്റെ ലെൻസ് പിടിച്ചിട്ട് അവർ ഒറ്റ തിരിച്ചായിരുന്നു. അപ്പോൾ ലെൻസിന് സ്ക്രാപ്പ് ചെറുതായിട്ട് പൊട്ടിയെന്ന് എനിക്ക് തോന്നുന്നു. അത് കഴിഞ്ഞ് ഞാൻ ദേവസ്വം ഓഫീസിൻ്റെ പുറത്ത് നിൽക്കുന്ന സമയത്ത് ഞാൻ അമ്പലത്തിൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടി ക്യാമറ എടുത്തുള്ളൂ, റെക്കോർഡ് അമർത്തുന്നു. വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ജയസൂര്യൻ്റെ ഒപ്പമുള്ള 2-3 പേര് ഒരുമിച്ച് ചേർന്നിട്ട് എന്നെ പിടിച്ചിട്ട് എൻ്റെ വയറിനും കൈക്കും പിടിച്ചിട്ട് നേരെ ദേവസ്വം ഓഫീസിൻ്റെ മുന്നിൽ കൊണ്ടുപോയിട്ട് CCTV ദൃശ്യം കൃത്യമായിട്ട് കിട്ടും, അവിടെയുണ്ട്. എന്നെ മുന്നിൽ കൊണ്ടുപോയിട്ട് അവർ 3 കൂടി ചേർന്നിട്ട് എൻ്റെ വയറിന് ശക്തമായി ഇടിക്കുന്നത്, കൈ പിടിച്ച് ഇടിച്ചു. എന്നിട്ട് പറഞ്ഞു, നീ എവിടുത്തെ മാധ്യമപ്രവർത്തനായാലും എവിടുത്തെ ദേവസ്വത്തിൻ്റെ ആളായാലും നമ്മൾ ചെയ്യേണ്ടത് ചെയ്യും. ജയസൂര്യ മുന്നിൽ നടന്നു നീങ്ങുന്നതിനൊപ്പം ഇവരുണ്ട്, ഇവരൊരു 10-12 പേര് ഒരുമിച്ചുണ്ടായിരുന്നു. പക്ഷേ ഈ 3 പേരാണ് എന്നെ ക്രൂരമായിട്ട് ഇപ്പോൾ ആക്രമിച്ചിരിക്കുന്നത്. കൂടുതൽ വാർത്തകൾ അറിയുവാൻ സിറ്റി ചാനൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഒപ്പം YouTube ചാനൽ സന്ദർശിക്കുക. വാർത്തയുടെ അവസാനിക്കുന്നില്ല, മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നമസ്കാരം.